നമ്മൾ അയ്യപ്പനെ തൊഴാനായിട്ട് പോകുന്ന സമയത്ത് സ്വാമി ശരണം എന്ന് പറയാറുണ്ട് അല്ലേ? സ്വാമി ശരണത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. സ്വാ എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് പരബ്രഹ്മത്താൽ തിളങ്ങുന്ന ഒരു ആത്മബോധമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അതായത് അയ്യപ്പനെ കാണാനായിട്ട് പോകുന്ന ആ തീർത്ഥാടകന്റെ മുഖത്ത് ആ ഒരു ബോധമാണ് പ്രതിഫലിക്കേണ്ടത്. ഇനി മാ എന്ന് പറയുന്നത് ശിവനാണ്, ഈ ശക്തിയാണ്. അപ്പം മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവശക്തി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം സ്വായുടെ കൂടെ ശിവശക്തിയും കൂടെ ചേർന്നിട്ട് ഒരു ആത്മസാക്ഷാത്കാരമാണ് ഭക്തന് നൽകുന്നത്. ഇപ്പോൾ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വത്വവും പരമാത്മാവും തമ്മിലുള്ള ആ യോജിപ്പിനെയാണ് സ്വാമി എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ശരണം നോക്കാട്ടോ. ശ എന്ന് ഉച്ചരിച്ചാൽ തന്നെ നമ്മുടെ ശത്രുക്കളെയാണ് ഇല്ലാതാക്കുന്നത്. അഗ്നിയിൽ ജ്വലിക്കുന്ന അക്ഷരമായിട്ടുള്ള ര ഉച്ചരിക്കുന്നത് നമ്മുടെ ജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന, ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നം എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉച്ചരിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ഈ മുൻപ് പറഞ്ഞ എല്ലാത്തിലും ഒരു ദൈവീകത കൈവരുത്തിയിട്ട് ശാന്തിയെയാണ് പ്രദാനം ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരിലെ എളിമ വർദ്ധിപ്പിക്കാനുള്ള ഒരു സൂത്രവാക്യമാണെന്ന് പറയാം. ഭഗവാനെ കാണാനായിട്ട്, അയ്യപ്പനെ കാണാനായിട്ട് 18ാം പടി കയറുന്നവർക്ക് എപ്പോഴും വിനയവും എളിമയും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരു തരി പോലും അഹങ്കാരം ഉണ്ടാകരുത് എന്നുള്ള ഒരു പൊരുൾ കൂടെ ഈ സ്വാമി ശരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ.